ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ആളുടെ മൃതദേഹം തെരുവ് നായ്ക്കൾ ഭക്ഷിച്ച നിലയിൽ കണ്ടു. കൊല്ലം വടക്കൻ സോമവിലാസം മാർക്കറ്റിന് സമീപം അഞ്ചുവിള കിഴക്കേതിൽ രാധാകൃഷ്ണപിള്ളയാണ് മരിച്ചത്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് മരിച്ചതാണോ, മരിച്ച ശേഷം മൃതദേഹം നായ്ക്കൾ ഭക്ഷിച്ചതാണോ എന്നിപ്പോഴും വ്യക്തമല്ല. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു. നമുക്ക് അത്ര സുഖകരമല്ലാത്ത ഈ വാർത്തയിലേക്കാണ് അരുൺ രാജ് പോകുന്നത്. ഗുഡ് മോർണിംഗ് അരുൺ. ഈ കാര്യം കേരളത്തിൽ നമ്മൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്ത ഒരു വാർത്തയെക്കുറിച്ച് പറയും. തീർച്ചയായും ഗുഡ് മോർണിംഗ്. ഓരോ നിമിഷവും നമ്മൾ കൊണ്ടുവരുന്ന വാർത്തകൾ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളെ തേടിയെത്തുന്ന വാർത്തകൾ അത്ര സുഖകരമായിരിക്കില്ല, അത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണ്. ഇന്നലെ ആണ് ഈ വടക്കൻ മൈനാഗപ്പള്ളി, അത് സോമവിലാസം മാർക്കറ്റിന് സമീപമാണ്. അവിടെ രാധാകൃഷ്ണപിള്ള ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. അവിടേക്കാണ് ഈ ശുചീകരണ തൊഴിലാളികൾ ഈ ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അവിടേക്ക് എത്തിയത്. എത്തിയ സമയത്താണ് ഈ രാധാകൃഷ്ണപിള്ളയുടെ ഷെഡിന് സമീപം ഈ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയത്. അങ്ങനെ വീട്ടിലെത്തി പരിശോധന നടത്തിയപ്പോഴാണ് രാധാകൃഷ്ണപിള്ളയെ കാണാനില്ലെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കുന്നത്. തുടർന്ന് പോലീസിനടക്കം വിവരമറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ രാധാകൃഷ്ണപിള്ളയുടേതാണ് മൃതദേഹം എന്ന് ഒടുവിൽ സ്ഥിരീകരിക്കുന്നത്. മൃതദേഹത്തിന് ആഴ്ചകളോളം പഴക്കമുണ്ട്. രാധാകൃഷ്ണപിള്ള ഒറ്റയ്ക്കാണ് വീട്ടിൽ കഴിഞ്ഞിരുന്നത്. ഈ നായ്ക്കൾ ഭക്ഷിച്ച നിലയിലായിരുന്നു ഈ മൃതദേഹം എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ രാധാകൃഷ്ണപിള്ളയെ ജീവനോടെ തന്നെ നായ്ക്കൾ ആക്രമിച്ചതാണോ എന്ന സംശയം കൂടി ഇപ്പോൾ പോലീസിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആക്രമിച്ച ശേഷം ഭക്ഷിച്ച് ഇത് ബാക്കിയിട്ട ശേഷം പോയതാണ്. മൃതദേഹത്തിന് ആഴ്ചകളോളം പഴക്കമുണ്ട്, അല്ലെങ്കിൽ ഈ മരിച്ച രാധാകൃഷ്ണപിള്ളയെ നായ്ക്കൾ ഭക്ഷിക്കുകയായിരുന്നു. എന്തായാലും കേട്ടാൽ ഒരുപാട് നൊമ്പരപ്പെടുത്തുന്ന വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ അസ്ഥികൂടങ്ങൾ ഇപ്പോൾ കുന്നത്തൂർ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വിദഗ്ധമായ പരിശോധന അടക്കം ഇക്കാര്യത്തിൽ നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. എന്തായാലും മൃതദേഹം നായ്ക്കൾ ഭക്ഷിച്ച നിലയിലാണ് അവശേഷിച്ചിരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.